മഞ്ജു കാപ്പിയുടെ ആ സൂപ്പോ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതുണ്ടാക്കിയ കൈക്ക് ഞാനൊരു വള വാങ്ങിച്ചു തരും. വള വേണ്ട, വാച്ച് മതി. അതെന്താ? ഗോപാലകൃഷ്ണൻ വളയിടൂല. ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ. അതെന്താ അവൻ നിനക്ക് മാത്രം സൂപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ കൊണ്ട് തന്നതല്ല, ഞാൻ അവിടെയായിരുന്നു. അവിടെയോ? ഞാൻ മാത്രല്ല, ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു. ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല. എന്ത് തമാശക്കാരനാണെന്നോ. ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, നാളെ 5 സ്റ്റാർ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാവൂ, ഇല്ല വേവ് ശരിയാവില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ 5 സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ? ദാറ്റ്സ് വെരി സിമ്പിൾ. ബില്ല് കാണുമ്പോ നക്ഷത്രം എണ്ണുന്നത് 5 സ്റ്റാർ ഉണ്ണിയപ്പം. അയ്യോ ഇവിടെ വന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ വരും. ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയണം. ഗോപാലകൃഷ്ണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ്. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാലോ. നമ്പർ എത്രയാ? 2222. നോ 2222. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. ആ, ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന് ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പം ഉണ്ടാക്കി പഠിച്ചോളൂ. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഹലോ. ആ സാറ് ഗോപാലകൃഷ്ണ. സാറ് ഇപ്പൊ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ. നിന്നോട് ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും. ഡോണ്ട് ഡിസ്റ്റർബ്. അതൊക്കെ ഒരു മെടുക്ക. അണ്ണാർക്കണ്ണനും തന്നാലായത്. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം, വെറുതെ ഇരിക്കാൻ പാടില്ല. അയ്യോ ചേച്ചി എന്തേ കാണിക്കണേ? സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കി ഉണ്ണിയപ്പോ. അമ്മയുടെ അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ല. ഇന്നിപ്പോ ഉണ്ണിയപ്പം വരെ എത്തി. നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം? Hey girls, fast! Do fast! College girls-നെ പോലെ slim beauty ആവട്ടെ. Come on, do! Hey, don't push, you fatty. Come on. Yeah, do fast. 1, 2, 1, 2. Yeah. Oh. ആ ഗോപാലകൃഷ്ണ പിണക്കേണ്ടിയിരുന്നില്ല. സാരമില്ല, എങ്ങനെങ്കിലും കൂട്ടുപിടിക്കാം. Come on. Yeah. Let me the hand. Hey. ഗോപാലകൃഷ്ണ. Shut up. Hey. Give me a hand. Yeah. Escúchame. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. ഓ എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ? മണി ഓർഡർ ഒന്നും ഇല്ലടോ. ഉണ്ട്, പക്ഷെ സാറിനൊന്നുമില്ല. രാധിക മേനോൻ. ഇതെന്താ ഈ വീട്ടിൽ രാധിക മേനോൻ മാത്രമേ താമസമുള്ളൂ? ഓരോരുത്തർ എന്തൊക്കെ അനാവശ്യങ്ങൾ എഴുതി വിടുന്നെന്ന് അറിയാവോ? അനാവശ്യമാണ്, നീ വായിക്കണ്ട. ആരോഗ്യമാസി എന്റെ എന്ത് നഗളിപ്പാടി. ഓ മക്കൾ എന്ത് തോന്നിയസം കാട്ടിയാലും സപ്പോർട്ടിന് ആളുണ്ടല്ലോ. അവൾ എന്ത് തോന്നിയസം കാണിച്ചു നീ പറയണേ? അങ്ങനെ ചോദിക്കടാ. ഇന്ന് കേരളം മുഴുവൻ ആരാധകരുള്ള ഒരു TV ഡയറക്ടർ അല്ലേ അവൾ? ലേഡി ഡയറക്ടർ എന്ന് കരുതി ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിയിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നത്? കളിയാക്കണം. ഒരു പെണ്ണ് പുറത്തിറങ്ങിയ ഓരോരുത്തരുമാരും വായിന്നോട്ടം സഹിക്കാൻ പറ്റുമോ? കഴുകന്റെ കണ്ണല്ല അവന്മാർക്ക്. അങ്ങനെയുള്ള ആഭാസന്മാരുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാരും അങ്ങനെയാണോ? എടാ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടിയോട് ഒറ്റയ്ക്ക് പുറത്തു പോണത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. എന്തിനാ അധികം പറയണേ? എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്തു പോകാൻ ഭയങ്കര പേടിയാ. എന്ത്
തുടർന്നിച്ചിരിക്കണേ. ആ എന്തായാലും പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നീയൊക്കെ നാലുകെട്ടിന്റെ അകത്ത് പുറലോകം കാണാതെ ജീവിച്ചതിന് കുഴപ്പം കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇന്ന് മോളെ ഇതും കൂടി വെച്ചോ. ഇതെന്തിനു മുത്തശ്ശി ഇത്? നീ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോ അറിയാതെ എന്തിനാണെന്ന്. സെൽഫ് പ്രൊട്ടക്ഷൻ. ആ മുളക് പൊടിയും സെപ്റ്റീവിനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ. ഓ, ചേച്ചി ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാൻ നിന്നാ ശരിയാവില്ല. അതെ അതെ. ഇന്ന് 3 പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ. ഇപ്പോഴേ വൈകി. മോള് വേഗം പോക്കോ. എടി ഒരു TV ഡയറക്റ്റ് എന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? ഏയ് ആള് കയറാൻ്റെ, ആള് കയറാൻ്റെ. ഏയ് സ്റ്റോപ്പ്. വിട്ടുപോയോ? ഇവിടുന്ന് പോയി. ഇവിടെ പോയോ? കിട്ടി. ഔ. ഏ, ഇതെന്താ അറിയാത്തെ? സോറി. വിച്ച് ഫ്ലോർ? 4th floor. 4th ഫ്ലോർ എന്നാണല്ലോ നിങ്ങൾ കയറിയത്. അയ്യോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആളർഗാൻഡി, ആളർഗാൻഡി. ഇതെന്താ ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലെഫ്റ്റ് തന്നെ പോയിക്കൂടെ? 4 നില മുകളിലേക്ക് ഓടിക്കയറി എനിക്ക് 1 നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് കാര്യം വന്നിരിക്കുന്നു. അവിടെ ആരും കണ്ടില്ല. ഭാഗ്യം. രാധികെ, ആ നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ എനിക്കാണോ? മീറ്റിംഗ് ആണോ? എന്ത്? ഇങ്ങനെ വരാൻ റീഡിങ് നോക്കണ്ടേ? സോറി. ഇയാള് മേക്കപ്പ് ചെയ്യുന്നില്ലേ? മേക്കപ്പ് വേണോ? മുഖത്തെ വൃത്തിയുടെ വെച്ച് മാറി കിട്ടും. താങ്ക്സ്. ഓ ഇയാളെ താങ്ക്സ് ഇട്ടിട്ട് എനിക്കൊരു കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ചെടുത്തോളൂ. അല്ല സാറേ മേക്കപ്പ് എവിടെയാണ്? അല്ല മേക്കപ്പ് റൂം. ഏയ് ഉള്ളത് പറയാലോ. പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടിയാ.